ഇപ്പോൾ നമ്മളുള്ളത് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ക്യാമ്പസിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത് പേര് പറയും. താഹിർ സമാൻ. താഹിർ സമാൻ എവിടെ? അരുൺസ്കറിയ താഹിർ സമാൻ. അപ്പോൾ എവിടെ വീട്? എൻ്റെ വീട് തൃശ്ശൂർ. എവിടെ? വടക്കാഞ്ചേരിയിൽ. അരുണ്ടത്? എൻ്റെ വീട് വയനാട്ടിലാണ്, മേപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത്. ഇപ്പോൾ 2018 യാങ്ഷു ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളാണ്. എങ്ങനെയുണ്ട് ഇപ്പോൾ യാങ്ഷു? കണ്ട കാഴ്ചകളിൽ എങ്ങനെയാണ് യാങ്ഷുവിനെ നിങ്ങൾ വിലയിരുത്തുന്നത്? യാങ്ഷു ഒരു ചെറിയ സിറ്റിയാണ്, പക്ഷെ ഞങ്ങൾക്ക് വലുതായിട്ടാണ് തോന്നുന്നത്. നല്ല രസമുണ്ട്, നല്ല പച്ചപ്പും ഒക്കെ ഉള്ള സ്ഥലം, അതേപോലെ നല്ല കാലാവസ്ഥയൊക്കെയാണ് ഇപ്പോൾ. ഓക്കെ, നല്ല ഗ്രീൻ ക്യാമ്പസ് ആണ്. വെഹിക്കിൾസ് ഒന്നും അധികം പൊല്യൂഷൻ അല്ലാത്ത നോർമൽ ഇലക്ട്രിക് വെഹിക്കിൾസ് ഇവിടെ കൂടുതലുള്ള. അതേപോലെ അലർജി ഉള്ളവർക്കൊക്കെ, അവിടെ നാട്ടിലുള്ളവർക്കൊക്കെ ഇവിടെ വരുമ്പോൾ കുറേ പതിവ്. എനിക്കൊക്കെ അങ്ങനെ നല്ല വ്യത്യാസമുണ്ട്. അലർജി ഇല്ല, അലർജി കുറഞ്ഞു, ബുദ്ധിമുട്ടില്ല. ഓക്കെ ഓക്കെ. യൂണിവേഴ്സിറ്റി ഒക്കെ നല്ല കിടലിന് യൂണിവേഴ്സിറ്റിയാണ്. ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ട്? ഹോസ്റ്റലൊക്കെ സൂപ്പറാണ്, നമ്മൾ കേട്ടറിവിനെക്കാട്ടി ഉഷാറാണ്. നല്ല ഹോസ്റ്റലാണ്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഭക്ഷണത്തിന് എന്തെങ്കിലും എന്താ? ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കലാണ്. പിന്നെ കുറച്ച് പുറത്തുനിന്ന് മേടിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ. ഗ്രീൻ ക്യാമ്പസ് ആണ്. ഓക്കെ, നല്ല എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും കൂടുതലാണ്. ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വന്നപ്പോൾ നല്ല ഹാപ്പിയാണ്. കാര്യങ്ങളൊക്കെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കിയത്, ഇപ്പോൾ സീനിയേഴ്സിൻ്റെ വാക്കുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായിരുന്നു? ഫസ്റ്റ് ഇയർ കാര്യമായിട്ട് പഠിക്കാനുണ്ടാവില്ല, അത്യാവശ്യം ചുറ്റിക്കറങ്ങാവുന്നതാണ്. സെക്കൻഡ് ഇയർ കുറച്ചും കൂടി ചെറുതായിട്ട് പഠിക്കാൻ തുടങ്ങണം. തേർഡ് ഇയർ ഒക്കെ നന്നായി പഠിക്കാനുണ്ടായിരിക്കും. സെക്കൻഡ് ഇയർ മുതൽക്ക് ശരിക്കും പഠിക്കാനാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെ ചൈനീസ് ലാംഗ്വേജ് അങ്ങനെ കാര്യമായിട്ടുണ്ടാവില്ല. സെക്കൻഡ് ഇയർ മുതൽക്ക് കാര്യമായിട്ട് തന്നെ. അതാണ് മെയിനായിട്ടുള്ളത് അല്ലേ? ഓക്കെ, താങ്ക് യു. യാങ്ഷു യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റുഡൻസ് ആയിട്ടാണ്, 2018 സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ പേരെന്തായിരുന്നു? എൻ്റെ പേര് ജുവഹർ ഹസീനാർ, ഞാൻ കാസർഗോഡ് നിന്നായിരുന്നു. ഓക്കെ, ഇസ്മായിൽ കോഴിക്കോട് വടകരയിൽ നിന്നായിരുന്നു. ഓക്കെ, ഞാൻ റുമൈസ മലപ്പുറം പെരിന്തൽമണ്ണ നിന്നായിരുന്നു. ഓക്കെ, എങ്ങനെയുണ്ട് യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ? യൂണിവേഴ്സിറ്റി അടിപൊളിയാണ്, ക്യാമ്പസ് ഒക്കെ ഭയങ്കര സൂപ്പറാണ്, ഹോസ്റ്റൽ നല്ല സൗകര്യമുണ്ട്. ഓക്കെ ഓക്കെ. നിങ്ങളെ എന്താ ഈ യാങ്ഷു തിരഞ്ഞെടുക്കാൻ കാരണം? യാങ്ഷു നല്ല യൂണിവേഴ്സിറ്റി ആണെന്ന് അറിഞ്ഞു, അതുകൊണ്ട് യാങ്ഷു സെലക്ട് ചെയ്തു. നിങ്ങളോ? കുറേ ഇന്ത്യൻ സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്. സോ ഹായ്, ഞാൻ ചിന്ത പ്രദീപ്. എൻ്റെ വീട് കോഴിക്കോടാണ്, കല്ലായില്. ഞങ്ങളിപ്പോൾ യാങ്ഷു യൂണിവേഴ്സിറ്റിയിലാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങളിവിടെ എത്തി ഞങ്ങളെ ലക്കായിട്ട് തോന്നുന്നതാണ്. കാരണം നല്ല കുറേ ഫ്രണ്ട്സിനെ കിട്ടി. ഉഷാർ യൂണിവേഴ്സിറ്റിയാണ്. ക്ലാസ് ഒന്നും തുടങ്ങിയിട്ടില്ല, പക്ഷെ എന്നാലും സെറ്റാണ് ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് ഇഷ്ടമാവും. ഹലോ, ഞാൻ കരീജനാണ്. ഞാൻ ഫറൂഖ് മണ്ണൂരിൽ നിന്ന് വരുന്നു. ഞാനിപ്പോൾ യാങ്ഷു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. സ്കൂളാണ്, നല്ല പ്ലേസാണ്, നല്ല യൂണിവേഴ്സിറ്റിയാണ്. യു വിൽ എൻജോയ് ഇറ്റ്. ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത് പേര് പറയും. മുർഷിദ് അലി. മുർഷിദ് അലി എവിടെ വീട്? ഞാൻ താനാളൂർ, വൈലത്തൂർ. ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ ഈ 2018 ബാച്ചിൻ്റെ സ്റ്റുഡൻറ്റ് മോണിറ്ററായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളതാണ്. എന്താ ഈ സ്റ്റുഡൻറ്റ് മോണിറ്റർ ആവാന്നുള്ള എന്താ പരിപാടിയില്ലേ? സ്റ്റുഡൻറ്റ് മോണിറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ഒരു സീനിയേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു MLA പവറാണെന്നാണ്. ഓക്കെ, അതെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ കാര്യം, എല്ലാ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും നോക്കണമെന്ന് വെച്ചാൽ അറ്റൻഡൻസ് ഇടൽ, ഈ ലൗഷി എന്ന് വെച്ചാൽ ഇവിടെ ടീച്ചറാണ്. ആ ടീച്ചർമാരുടെ അടുത്തുള്ള ഒരു കോണ്ടാക്ട് വെക്കൽ, ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള നമ്മളേക്കാരും ഇവിടെ എല്ലാ ഓവർസീസ് പോകാനും ഈ ബാങ്കിൻ്റെ കാര്യം നോക്കാനും ഇനി ജൂനിയേഴ്സ് വരികയാണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ നമ്മളെ ഉണ്ടാവും. അവിടെ ഒരു മോണിറ്റർ നിലയ്ക്ക് എല്ലാം എൻ്റെ ഉത്തരവാദിത്തക്കാരും ഇനിയുള്ള മൊത്തം ഈ ബാച്ച് വെച്ചുള്ള ഇനി ജൂനിയേഴ്സിനെ നോക്കാനും എല്ലാം എൻ്റെ നമ്മളെ ഒരു ഞാനെന്ന് മാത്രമല്ല എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഹെഡായിട്ട് നിൽക്കുക. അങ്ങനെ നേതൃത്വം നൽകാനുള്ള ഒരു പരിപാടിയാണ്. അതാണ് ഈ സ്റ്റുഡൻറ്റ് മോണിറ്റർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ? യൂണിവേഴ്സിറ്റി ഒക്കെ ഉഷാറാണ്. കുറേ വലിയ ഈ യാങ്ഷു സിറ്റിയുടെ തന്നെ ഭരന്നെടുക്കുന്ന ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ്. എന്നാലും ക്യാമ്പസൊക്കെ ഉഷാറാണ്. ക്ലാസ് തുടങ്ങാനാവുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഒരു അടിപൊളിയാണ്. എല്ലാം ഹോസ്റ്റൽ എങ്ങനെയാണ് താമസമൊക്കെ? ഹോസ്റ്റൽ ഉഷാറാണ്, സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ. ഓക്കെ 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 ഓക്കെ. അപ്പോൾ താങ്ക് യു. Hello everybody, my name is Dani Iqbal. I'm coming from Malappuram. It's been 2 days since I reached here. Yangshu University is very nice. It's very cool so far. യാങ്ഷു യൂണിവേഴ്സിറ്റിയിൽ MBBSന് വിവിധ വർഷങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. സച്ചിൻ ശരിക്കും കാസർഗോഡാണ് അല്ലേ? എങ്ങനെയുണ്ട് ക്യാമ്പസ് കാര്യങ്ങളൊക്കെ? നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഞാനിപ്പോൾ ഇവിടെ തേർഡ് ഇയർ ആയിട്ട് വന്നിട്ട്, ഇപ്പോൾ തേർഡ് ഇയർ ആയില്ലത്. ഫസ്റ്റ് ഇയറോട്ട് പഠിക്കുകയാണെങ്കിൽ അടിപൊളി ക്യാമ്പസാണ്. ഇപ്പോൾ നിങ്ങളില്ല വെച്ചാൽ യാങ്ഷു യൂണിവേഴ്സിറ്റിയിലെ യാങ്സിജിൻ ക്യാമ്പസിലുള്ളത്. ക്യാമ്പസിന് നിങ്ങൾക്ക് തന്നെ വീഡിയോ കണ്ടാത്തിരി എങ്ങനെ ക്യാമ്പസിൻ്റെ അവസ്ഥ ഒക്കെ ഉഷാറാണ്.
പഠിപ്പ് കാര്യങ്ങൾ എങ്ങനെയുണ്ട്? പഠിപ്പ് കാര്യങ്ങളൊക്കെ വെച്ചാൽ നമ്മളെ ഫോളോ ചെയ്യുന്ന വെച്ചാൽ സ്റ്റേറ്റ്സിൻ്റെ സിലബസ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, അമേരിക്കൻ സിലബസ്. അപ്പോൾ ഫസ്റ്റ് സെമ്മിൽ മെഡിക്കൽ സബ്ജക്റ്റ് എല്ലാം കുറവായിരിക്കും. അത് കഴിഞ്ഞില്ല ഇയറിലാണ് നമ്മൾ മെഡിക്കൽ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആ ട്രാക്കിലേക്ക് എത്തിക്കോളും. ഫസ്റ്റ് സെം എന്ന് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ചൈന എക്സ്പ്ലോർ ചെയ്യുക, അതായത് കുറച്ച് സിമ്പിൾ സബ്ജക്ട്സ് വന്നിട്ട് ഫ്രീ ആക്കിയിട്ട് പിന്നെ അടിച്ചു പൊളിക്കുക. പിന്നെ സെക്കൻഡ് സെം മുതൽ സീരിയസ് ആയിട്ട് പഠിപ്പ് പഠിക്കും. അപ്പോൾ അതായത് വന്നതിന് നമുക്ക് ലെസർ ടൈം ഉണ്ട്, പെട്ടെന്ന് തന്നെ എടുത്തു പിടിച്ച് പഠിക്കാൻ നിൽക്കൊന്നും വേണ്ട, മെല്ലെ തുടങ്ങി പഠിപ്പൊക്കെ ഉഷാറ് കൊടുത്ത്. അപ്പൊ നിങ്ങൾക്ക് വന്ന് 100% ഹാപ്പിയാണ്? കാണുന്നില്ല ഈ ചിരി. ഹാപ്പിയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ പഠനമൊക്കെ എങ്ങനെയുണ്ട് മൊത്തത്തിൽ? എങ്ങനെയാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്? ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ? ഓരോ ഇയർ 2 സെം, അതേപോലെ 10 സെം ഉണ്ടാവും. 5 വർഷം 10 സെം ഫിനിഷ് ആവും. അത് കഴിഞ്ഞ് പിന്നെ ഗ്രാജുവേഷൻ എക്സാം, അത് കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ചെയ്യാം, അത് കഴിഞ്ഞ് MCA നാട്ടിൽ വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഏതെങ്കിലും കുട്ടികളൊക്കെ MCA പാസ്സായിട്ട് വന്നിട്ട്? മഞ്ജു ജസ്റ്റ് ട്രൈ ചെയ്താൽ അതിൽ തന്നെ അവർ പാസ് ആയിക്കണം. കോച്ചിങ് ഒന്നുമില്ല? ഇല്ല, കോച്ചിങ് ഒന്നും ഇല്ലാണ്ട് ഫസ്റ്റ് ട്രയൽ തന്നെ പാസ് ആയിക്കണം അവർ. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് പിന്നെന്താ, ഓക്കെ, താങ്ക് യു.